നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. കുഞ്ഞന്മാരെ മർദ്ദിക്കും, വമ്പൻ ടീമുകൾക്ക് മുന്നിൽ നാണം കെടും. ഇതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നിലവിലെ അവസ്ഥ. എന്നാലും തള്ളുകളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഓരോ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പും തള്ളുകളുമായി ആരാധകരും മുൻ താരങ്ങളുമെല്ലാം എത്താറുണ്ട്. T20 ലോകകപ്പിന് മുമ്പും ഇതിന് കുറവുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. മൈതാനത്ത് മറുപടി കൊടുക്കുമെന്ന തരത്തിൽ ഷഹീൻ ഷാ അഫ്രീദിയുടെ പ്രതികരണം ഇപ്പോഴിതാ വന്നു കഴിഞ്ഞു. എന്നാൽ പാക് ക്രിക്കറ്റ് ടീമിന്റെ T20 പ്രകടനം നോക്കിയാൽ ഈ ലോകകപ്പിലും അവർ നാണം കെടാൻ പോവുകയാണെന്ന് വ്യക്തമാകും. കണക്കുകൾ വെച്ച് നമുക്ക് നോക്കാം. 2024 ലോകകപ്പിന് ശേഷം കളിച്ച 44 T20 മത്സരങ്ങളിൽ 24 എണ്ണത്തിലാണ് പാകിസ്ഥാൻ വിജയിച്ചത്. കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. എന്നാൽ ഈ കണക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു തമാശയുണ്ട്. അവർ ആരെയാണ് തോൽപ്പിച്ചത്, ആരോടാണ് തോറ്റത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ആദ്യം നമുക്ക് പാകിസ്ഥാൻ നേരിട്ട വമ്പൻ ടീമുകളുടെ കാര്യം പരിശോധിക്കാം. ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക ഈ 4 ടീമുകൾക്കെതിരെ 2024 ശേഷം പാകിസ്ഥാൻ കളിച്ചത് 16 മത്സരങ്ങളാണ്. ഇതിൽ ആകെ നേടിയത് 3 വിജയങ്ങൾ മാത്രമാണ്. അതായത് ടോപ്പ് ക്ലാസ് ടീമുകൾക്കെതിരെ കളിച്ച 16-ൽ 13 മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും എതിരെയുള്ള കണക്കുകളാണ്. ഇന്ത്യക്കെതിരെ കളിച്ച 3 മത്സരങ്ങളിലും പാകിസ്ഥാൻ തോറ്റു. ഓസ്ട്രേലിയക്കെതിരെയും കളിച്ച 3 മത്സരങ്ങളിലും തോൽവി തന്നെയായിരുന്നു ഫലം. ന്യൂസിലാൻഡിനെതിരെ ഒരു വിജയം നേടിയെങ്കിലും 4 തോൽവികളാണ് ഏറ്റുവാങ്ങിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ് 2 വിജയമെങ്കിലും അവർക്ക് നേടാനായത്. ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ പാകിസ്ഥാൻ എതിരിടേണ്ടി വരുന്ന ടീമുകൾക്കെതിരെ വളരെ മോശം റെക്കോർഡാണ് അവർക്കുള്ളത്. ആദ്യം ജയിച്ചു കാണിക്കാൻ നോക്കൂ, എന്നിട്ടാകാം തള്ളു എന്ന് പാക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടവരോട് നമുക്ക് വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമാണിത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിജയക്കണക്ക് കാണിക്കാൻ കുഞ്ഞന്മാർക്കെതിരെ ഇടയ്ക്കിടെ പരമ്പര വെക്കാൻ പാകിസ്ഥാൻ മറക്കാറില്ല. കുഞ്ഞൻ ടീമുകളെ തോൽപ്പിച്ച് സായുജ്യമടയുന്നതാണ് അവരുടെ ഏക ആശ്വാസം. ആകെയുള്ള 24 വിജയങ്ങളിൽ 3 എണ്ണം ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് എന്നിവർക്കെതിരെ. അപ്പോൾ ബാക്കിയുള്ള 21 വിജയങ്ങളോ? ഇവിടെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ യഥാർത്ഥ ചിത്രം തെളിയുന്നത്. റാങ്കിങ്ങിൽ താഴെയുള്ള അല്ലെങ്കിൽ പ്രതാപകാലം ഓർമ്മകളിൽ മാത്രമായ ചില ടീമുകളുണ്ട്. ഒമാൻ, സിംബാബ്വെ, UAE, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ. ഇവർക്കെതിരെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഭൂരിഭാഗം മത്സരങ്ങളും കളിച്ചിരിക്കുന്നത്. ഈ ടീമുകൾക്കെതിരെ 28 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ 21 എണ്ണത്തിലും പാകിസ്ഥാൻ വിജയിച്ചു. 7 എണ്ണത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. UAEക്കെതിരെയും ഒമാനെതിരെയും മാത്രമാണ് ഒരു മത്സരങ്ങളിൽ പോലും പാകിസ്ഥാൻ തോൽക്കാതിരുന്നത്. സിംബാബ്വെക്കെതിരെ 5 മത്സരങ്ങളിൽ 4ലും വിജയം, എന്നിട്ടും ഒരെണ്ണത്തിൽ തോറ്റു എന്ന കാര്യം ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിനെതിരെ 7 മത്സരങ്ങളിൽ 5 വിജയം, 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. സിംബാബ്വെ മർദ്ദനവും ബംഗ്ലാദേശ് മർദ്ദനവും തകൃതിയായി നടക്കുന്നുണ്ട്. ഈ പ്രകടനവുമായി ലോകകപ്പിനെത്തിയാൽ നാണം കെട്ട് മടങ്ങേണ്ടി വരുമെന്ന് അർത്ഥം. ലോകകപ്പിൽ പാകിസ്ഥാന് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാൻ വേറെയും കാരണങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദന അവരുടെ മധ്യനിരയാണ്. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം പാകിസ്ഥാൻ കളിച്ച 44 T20 മത്സരങ്ങളിൽ 24 മത്സരങ്ങളിലും പാകിസ്ഥാന്റെ മുൻനിര ബാറ്റർമാർ പരാജയപ്പെട്ടു. അതായത് ആദ്യത്തെ 10 ഓവറുകൾക്കുള്ളിൽ തന്നെ 5 മുതൽ 8 വരെ നമ്പറിലുള്ള മധ്യനിര ബാറ്റർമാർക്ക് ക്രീസിലെത്തേണ്ടി വന്നു. ഇങ്ങനെ നേരത്തെ ക്രീസിലെത്തേണ്ടി വന്നപ്പോഴൊന്നും രക്ഷാപ്രവർത്തനം നടത്താൻ മധ്യനിരക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഈ 24 ഇന്നിങ്സുകളിൽ നിന്നായി 15.32 എന്ന ദയനീയമായ ശരാശരിയിലാണ് മധ്യനിര റൺസ് സ്കോർ ചെയ്തത്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 90-ൽ താഴെയും. ടോപ്പ് ഓർഡർ തകർന്നാൽ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മധ്യനിരയും ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ച പാകിസ്ഥാന് ലോകകപ്പ് പോലൊരു വേദിയിൽ വലിയ തിരിച്ചടിയാകും. രണ്ടാമത്തെ പ്രശ്നം ബൗളിങ്ങിലാണ്. പാകിസ്ഥാൻ പേസ് ബൗളിങ്ങിന് പേരുകേട്ട ടീമാണെങ്കിലും ഡെത്ത് ഓവറുകളിലെ അവരുടെ പ്രകടനം അത്ര വിശ്വസനീയമല്ല. 2024 ലോകകപ്പിന് ശേഷം ഡെത്ത് ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ടെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പാക് ബൗളർമാർ പിശുക്ക് കാണിക്കുന്നില്ല. പ്രധാനമായും വലിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അവസാന ഓവറുകളിൽ പാകിസ്ഥാൻ ബൗളർമാർ സമ്മർദ്ദത്തിലാകുന്നു. അവസാന ഓവറുകളിൽ റണ്ണൊഴുക്ക് തടയാൻ കഴിയാത്തത് ലോകകപ്പിൽ പാകിസ്ഥാന് തിരിച്ചടിയായേക്കും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം പാകിസ്ഥാന്റെ ക്യാപ്റ്റൻസിയാണ്. നിലവിലെ T20 ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ റെക്കോർഡുകൾ അത്ര മികച്ചതല്ല. 39 മത്സരങ്ങളിൽ പാകിസ്ഥാനെ നയിച്ചപ്പോൾ 24 വിജയങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടോപ്പ് 5 റാങ്കിങ്ങിലുള്ള ടീമുകൾക്കെതിരെ വെറും 3 വിജയങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന കാര്യം ഗൗരവകരമാണ്. മാത്രമല്ല ഒരു ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ പരാജയമാണ്. ക്യാപ്റ്റനായ ശേഷം 24.53 എന്ന ശരാശരിയിൽ മാത്രമാണ് സൽമാൻ അലി ആഗ റൺസ് കണ്ടെത്തിയിട്ടുള്ളത്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ആഗയ്ക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. ചുരുക്കത്തിൽ T20 ലോകകപ്പിൽ നാണം കെടാൻ തന്നെയായിരിക്കും പാകിസ്ഥാന്റെ വിധി എന്നാണ് നിലവിലെ പ്രകടനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എങ്കിലും വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള തള്ളുകളും പാക് ക്രിക്കറ്റിൽ നിന്ന് നമുക്ക് കേൾക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.